അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവത്താഴ ശുശ്രൂഷ എന്നുള്ള കർത്താവ് നമ്മെ ഏൽപ്പിച്ച ആ ശുശ്രൂഷ നമ്മൾ ആചരിക്കുവാനായിട്ട് പോവുകയാണ്. തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട്. തിരുവത്താഴ ശുശ്രൂഷയിൽ അയോഗ്യമായി പങ്കെടുക്കുന്നത് അത് ബലഹീനതകൾക്കും രോഗങ്ങൾക്കും മരണത്തിനു വരെയും കാരണമാകും എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ചിട്ടുണ്ട്. മിക്കവാറും തിരുവത്താഴ ശുശ്രൂഷയോടനുബന്ധിച്ച് ആ വേദഭാഗം നമ്മൾ വായിക്കാറുമുണ്ട്. എന്നാൽ എത്രത്തോളം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ഭയപ്പെടാറുണ്ട്. കാരണം ദൈവവചനത്തിലെ പ്രമാണങ്ങൾക്കനുസരിച്ച് തിരുവത്താഴ ശുശ്രൂഷയെ നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിലും ഈ ശുശ്രൂഷയിലും വരുത്തിയില്ല എങ്കിൽ എന്താണോ ദൈവാത്മാവ് ഈ ശുശ്രൂഷ കൊണ്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നടപ്പാകുകയില്ല എന്ന് മാത്രവുമല്ല, അത് നമുക്ക് ഗുണത്തിന് പകരം ദോഷത്തിന് കാരണമാകുകയും ചെയ്യും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മളതിനെക്കുറിച്ച് വായിക്കുന്നത്, നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാവുന്നത്. അപ്പോൾ ദൈവസഭ കൂടി വരുമ്പോൾ അത് ഇടയാകേണ്ടത് നന്മയ്ക്കാണ്. എന്നാൽ നന്മയ്ക്ക് അത് ഇടയാകുന്നില്ല എന്ന് മാത്രവുമല്ല, അത് തിന്മയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതായിരുന്നു കൊരിന്ത്യയിലെ സഭയിലെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യങ്ങളും അതിനോടുള്ള നമ്മുടെ കൃത്യമായ അനുസരണവും നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്നില്ല എങ്കിൽ നമ്മുടെ കൂടിവരവുകളും നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത് എന്നുള്ള അവസ്ഥ വരാൻ സാധ്യതയുണ്ടെന്നല്ല, അവസ്ഥ വരും. ശരി, തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അത് കർത്താവ് കൽപ്പിച്ചതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ചെയ്താൽ നല്ലതാണ് എന്നല്ല, അതിനെന്തെങ്കിലും ചില ഗുണങ്ങളുണ്ട് എന്നുള്ളതല്ല, അത് ഒരു കൽപ്പനയുടെ ഭാവത്തിലുള്ള വാക്കുകളാണ്. ചെയ്യുവിൻ, ചെയ്യണം എന്നുള്ള ഒരു കൽപ്പനയാണ് അവിടെ കർത്താവ് കൊടുക്കുന്നത്. ഒരു അനുവാദം എന്നുള്ള നിലയിലല്ല, മറിച്ച് അതൊരു കൽപ്പനയായിരുന്നു. അപ്പോൾ ദൈവമക്കൾ അനുസരിക്കേണ്ട കൽപ്പനകളിൽപ്പെട്ട ഒരു കാര്യമാണ്. വേണമെങ്കിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതല്ല, ചെയ്യണം, ചെയ്യുവിൻ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അത് എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നിർദ്ദേശങ്ങളും അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് ആഴ്ചയിലൊരിക്കലാണോ, ദിവസം തോറുമാണോ, മാസത്തിലൊരിക്കലാണോ, 6 മാസം കൂടുമ്പോഴാണോ, വർഷത്തിലൊരിക്കലാണോ, അങ്ങനെയുള്ള യാതൊരു നിർദ്ദേശങ്ങളും അവിടെ കർത്താവ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. എന്നാൽ സഭ രൂപപ്പെട്ടപ്പോൾ നമുക്കറിയാം, അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ്, പെന്തക്കോസ്ത് നാളിലാണ് യെരുശലേമിൽ ആദ്യമായിട്ട് സഭ രൂപപ്പെടുന്നത്. സഭ രൂപപ്പെട്ടപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും അവർ പോന്നു. ഈ അപ്പസ്തോല പ്രവൃത്തിയിൽ എഴുതിയത് ലൂക്കോസാണ് എന്ന് നമുക്കറിയാം. ലൂക്കോസ് ഈ പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയത് ഈ സംഭവത്തിന് ശേഷം ഏകദേശം 40-50 വർഷങ്ങൾക്ക് ശേഷമാണ്. അല്ലാതെ
ഇത് സംഭവിച്ച അതാത് സമയത്ത് അത് രേഖപ്പെടുത്തി വെച്ചതല്ല, മറിച്ച് പിന്നീട് അത് ക്രമമായി അന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതണമെന്ന് ദൈവാത്മാവ് ലൂക്കോസിന് തോന്നിച്ചിട്ട് ലൂക്കോസ് എഴുതിയതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 10, 50, 40, 50 വർഷത്തിന് ശേഷം അന്ന് സംഭവിച്ചതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ലൂക്കോസ് വിവരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: അവരത് ചെയ്തു പോന്നു. ചെയ്തു പോന്നിരുന്നു എന്നല്ല, ചെയ്തു പോന്നായിരുന്നു എന്നല്ല. അതായത് പണ്ടൊരു കാലത്ത് 10, 40, 50 വർഷത്തിന് മുമ്പ് അത് കുറച്ച് കാലം ചെയ്തിരുന്ന് പിന്നെ നിർത്തിയ ഒരു കാര്യത്തെക്കുറിച്ചല്ല. ഇതിൻ്റെ ടെൻസ് എടുത്ത് നോക്കിയാൽ അതിനെ ഒരു തുടർമാനമായിട്ട് ചെയ്ത് ഈ ലേഖനം എഴുതുന്നത് വരെയും ചെയ്തു പോന്ന ഒരു കാര്യമായിട്ടാണ് ഇതിൻ്റെ ഭാഷാ ശൈലി എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നെങ്കിലും തുടങ്ങി അത് നിർത്തിയ ഒരു കാര്യമായിട്ടല്ല. അപ്പോൾ ചെയ്തു പോന്നു എന്ന് നമുക്ക് കാണാം. അവർ ഒരുമിച്ച് കൂടിയപ്പോൾ ചെയ്തതായിട്ടുള്ള 4 കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് അപ്പസ്തോലന്മാർ ഉപദേശം കേട്ടു, അവർ പ്രാർത്ഥിച്ചു, അപ്പം നുറുക്കി, കൂട്ടായ്മ ആചരിച്ചു. എന്നാൽ ഈ യെരുശലേമിൽ ഉണ്ടായതായ പെന്തക്കോസ്ത് നാളിലുള്ളതായ സഭ, അവർ ഈ ശുശ്രൂഷ എപ്പോഴൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് ഈ 2-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു, സകലതും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ സഭ രൂപപ്പെട്ട സമയത്ത് അവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്നിരുന്നു. അത് 3000 പേരുള്ളത് കൊണ്ട് ഒരു ഭവനത്തിൽ അന്ന് കൂടാനായിട്ട് സൗകര്യമില്ലാതിരുന്നത് കൊണ്ടും അന്ന് താൽക്കാലികമായിട്ടുള്ള ചില ക്രമീകരണങ്ങളോ അനുവാദമോ ദേവാലയത്തിൽ കൂടുവാനായിട്ട് ദൈവം ഒരുക്കിയിരുന്നത് കൊണ്ട് ഈ ആളുകളെല്ലാം ദേവാലയത്തിൽ കൂടി വന്ന് അവിടെ അപ്പസ്തോലന്മാർ ഉപദേശം കേട്ടു. അതിനുശേഷം ദിനം പ്രതി അവർ വീടുകളിൽ സഭായോഗം കൂടിയിരുന്നു. ആ സഭായോഗത്തിൽ അവിടെ ഉണ്ടായിരുന്നത് അവർ വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ദിനം പ്രതി 46-ാമത്തെ വാക്യത്തിൽ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ സഭായോഗം എല്ലാ ദിവസവുമായിരുന്നു. അത് എത്ര ദിവസം അങ്ങനെ തുടർന്നു, എത്ര ആഴ്ച അങ്ങനെ തുടർന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ ക്രമേണ അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്നുള്ള നിലയിലേക്ക് എത്തി എന്നുള്ളത് പിന്നീട് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഈ സഭായോഗം എന്ന് പറയുന്നത്, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോ ആഴ്ചകളോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്കറിയാം അത് അങ്ങനെ അധികം കാലം മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. എല്ലാ ദിവസവും കൂടി വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് ലോകത്തിൻ്റെ നാനാഭാവങ്ങളിൽ നിന്നും പെന്തക്കോസ്ത് നാളിന് വേണ്ടി യെരുശലേമിൽ കൂടി വന്നതായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും പിന്നെ ഈ രക്ഷിക്കപ്പെട്ട് അവിടെ അങ്ങ് കൂടി, ഇനി അവരുടെ ദേശത്തേക്കൊന്നും പോകണ്ട, കർത്താവ് വരാനായി, ഇനി ഇവിടെ തന്നെ അങ്ങ് വസിക്കാം എന്നവർ തീരുമാനിച്ചു. ഉടനെ തന്നെ അവർക്ക് വീടുകളില്ല, അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളില്ല. എന്നാൽ പിന്നെ അവിടെയുള്ള സഹോദരന്മാരൊക്കെ എന്തു പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഇവിടെ താമസിക്കാം, ഞങ്ങളുടെ വസ്തുക്കളൊക്കെ വിറ്റ് കൊണ്ടുവന്ന് എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്ത് നമുക്ക് ഇവിടെ അങ്ങ് കൂടാം എന്നാണ് അവർ തീരുമാനിച്ചത്. ഇവിടെ വിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ അത് ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. അത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യം, ഒരു ചരിത്രമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ഒരു ഉപദേശം അവിടെയില്ല. എന്നാൽ ചില പ്രമാണങ്ങൾ അവിടെ ഉണ്ട് താനും. എന്നാൽ അവരവിടെ അങ്ങനെ ഒരുമിച്ചിരിക്കുക എന്നുള്ളതായിരുന്നില്ല ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ചില പീഡനങ്ങൾ കൊടുത്ത് അവരെ അവിടെ നിന്ന് അങ്ങ് ചിതറിച്ചു. തുടർന്ന് നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അപ്പസ്തോലന്മാരൊഴികെ എല്ലാവരും നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയവർ അവിടെ സുവിശേഷമൊക്കെ പ്രസംഗിച്ച് നടന്ന് അങ്ങനെയാണ് ആദ്യ നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളിൽ ദൈവസഭ വളർന്നത്. ഇവിടെ ചില പ്രമാണങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ 1-2 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നു പറയുന്നത് സഹായകരമാണ്. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. അത് 44-ാമത്തെ വാക്യത്തിലാണ്. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. ഈ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ താല്പര്യവും ഇഷ്ടവും ആഗ്രഹവുമാണ്. ഒരുമിച്ചിരിക്കുക. എപ്പോഴാണ് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നത്?
അവർ തമ്മിൽ ഒരു ഐക്യമുണ്ടാകുമ്പോഴാണ്, അല്ലേ? അപ്പോൾ ഒരുമിച്ചിരുന്നു എന്നുള്ളത് ഇവർ അവിടെ തിരുവത്താഴ ശുശ്രൂഷയിലും അതല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലും ഒക്കെ ഒരു പ്രധാന ഘടകമായിരുന്നു. അവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അവർ ഒരുമിച്ചിരുന്നു. ഒരുമിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ഒരു സഭയാകുന്നുള്ളൂ. അതിനെക്കുറിച്ച് അനേക വർഷങ്ങൾക്ക് ശേഷവും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കും ഫിലിപ്പിയർക്കും ഒക്കെ ലേഖനം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏകഭാവം ഉണ്ടായിരിക്കണം, ഏക ഹൃദയം ഉണ്ടായിരിക്കണം, ഒന്ന് തന്നെ ചിന്തിക്കണം, ഒരു മനസ്സ് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഒരു മനസ്സും ഏകഭാവവും ഒരു ഹൃദയവും ഒരു വായും ഒക്കെ ഉണ്ടാകാനായിട്ട് കഴിയുക? എനിക്ക് എൻ്റെ ഹൃദയവും ജോസഫിൻ്റെ ഹൃദയവും കൂടെ ഒന്നാവണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിഗേഷിൻ്റെ ഹൃദയവും കൂടെ ഒന്നാകണം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, അത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ പലപ്പോഴും അകൃത്യങ്ങളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ തമ്മിൽ ഒന്നാകുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് അനുരൂപരാകുമ്പോൾ, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാകുമ്പോൾ, അവൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മനസ്സിനോട് നമ്മൾ ഓരോരുത്തരും നമ്മൾ അനുരൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തമ്മിൽ ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു ചിന്ത എന്നുള്ളതിലേക്ക് നമ്മൾ വരും. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നത് വഴിയാണ്, അങ്ങനെ നമ്മളെല്ലാവരും അനുരൂപപ്പെടുമ്പോൾ നമുക്ക് ഒരു ഹൃദയവും ഒരു ചിന്തയും ഒരു മനസ്സുമുള്ളവരായിട്ട് തീരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരുമിച്ചിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരുമിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ ദൈവസഭയും ദൈവസഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകളും. അവിടെ പിണക്കങ്ങൾക്കോ അവിടെ പക്ഷഭേദങ്ങൾക്കോ അവിടെ അങ്ങനെയുള്ള മറ്റ് വ്യക്തിബന്ധങ്ങളിലുള്ള ഒരു ഒലച്ചിലിനും അവിടെ യാതൊരു വക സ്ഥാനവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സഭ രൂപപ്പെട്ട ഉടനെ ഇവർ സഭായോഗം കൂടുമ്പോഴെല്ലാം ഈ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറഞ്ഞതായ ഒരു കാര്യം അവരനുവദിച്ചിരുന്നു. ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ അവർ ദിനം പ്രതിയും, പിന്നീട് സഭായോഗം സ്വാഭാവികമായിട്ടും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലേക്കായപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അവരപ്പം നുറുക്കാൻ കൂടി വന്നു നമ്മൾ വായിക്കുന്നു. അപ്പോൾ കർത്താവ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല, എപ്പോൾ ചെയ്യണമെന്നൊന്നും കൽപ്പിച്ചതായിട്ട് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുന്നില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഇത് സഭായോഗം കൂടുമ്പോഴൊക്കെയും വേണമെന്ന് അവർക്ക് തോന്നിയത്? ഞാൻ വിചാരിക്കുന്നു അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് എന്താ അവരെ പഠിപ്പിച്ചേ? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അന്ന് സഭയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ താൻ സ്ഥാപിക്കാൻ പോകുന്നതായിട്ടുള്ള സഭയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചല്ല. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സ്വർഗാരോഹണത്തിൻ്റെ തൊട്ട് മുമ്പ് ശിഷ്യന്മാർ ചോദിക്കുന്നത് നീ എന്താണ് രാജ്യം സ്ഥാപിക്കാൻ വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ശിഷ്യന്മാർ മിക്കവാറും ഈ ദൈവരാജ്യം സംബന്ധിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചാലും, കർത്താവേ, അങ്ങയുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന് അന്ന് തിരുവത്താഴ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോൾ അന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഞങ്ങൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ടാവണം, സഭ കൂടുമ്പോൾ നിങ്ങളത് ചെയ്യണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല, ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല. അവർ സഭ കൂടിയപ്പോഴൊക്കെയും അത് ചെയ്തു. അത് അപ്പോസ്തല പ്രവൃത്തികൾ പിന്നീട് മുമ്പോട്ട് പോകുമ്പോഴും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 7-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, 1-ാം നൂറ്റാണ്ടിലെ സഭായോഗങ്ങളെക്കുറിച്ച് അന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതും അന്ന് എഴുതിയതായിട്ടുള്ള, അതായത് 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ വായിക്കുന്നത് അവർ ആരാധനായോഗത്തിന് കൂടി വന്നപ്പോൾ എന്നല്ല, അവർ സഭായോഗം കൂടിയപ്പോൾ എന്നല്ല, അവർ അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ എന്നാണ്. അതായത് സഭായോഗത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് അവർ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ അനുവർത്തിച്ചത്
ഈ അപ്പം നുറുക്കൽ എന്ന് പറയുന്നതായിട്ടുള്ള ശുശ്രൂഷയും അതിനോട് ചേർന്നുള്ളതായിട്ടുള്ള ഭക്ഷണവുമായിരുന്നു. ഇത് സംബന്ധിച്ച് ചില 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ സഭായോഗം അവർ കൂടി വന്നു. എന്തിനാണ് അവർ കൂടി വന്നത്? അവർ അപ്പം നുറുക്കാനും ഭക്ഷണം കഴിച്ച് കൂട്ടായ്മ ആചരിക്കുവാനും അവർ കൂടി വന്നു. അപ്പോൾ അവർ പ്രാർത്ഥിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ സഭായോഗത്തിൻ്റെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം നുറുക്കലും അതിനോട് ചേർന്നുള്ള ഭക്ഷണവും കൂട്ടായ്മയുമായിരുന്നു. അങ്ങനെ അവർ കൂടി വന്നപ്പോൾ അവരെന്തും കൂടി ചെയ്തു? അവർ ദൈവവചനവും പഠിച്ചു, അവർ പ്രാർത്ഥനയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്ക് അത്ര ഇടയാവുന്നത്. ഒന്നാമത് നിങ്ങൾ ഭിന്നപക്ഷങ്ങളുണ്ട് എന്ന് കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കൊള്ളാവുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് തിന്മയ്ക്കായിട്ട് കൂടി വരുന്നത് എന്ന് ആണ് പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ എന്താ അവർ ചെയ്യുന്നത്? നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകൾ ഇല്ലയോ? അല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ തുച്ഛീകരിച്ചു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അത്താഴം നേരത്തെ കഴിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഇത് തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചല്ല കേട്ടോ. അത് നിങ്ങൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടേതായിട്ടുള്ള മുൻധാരണകൾ വെച്ചുകൊണ്ട് വായിക്കുന്നതുകൊണ്ട് നമുക്കിത് മനസ്സിലാവില്ല. ഇവിടെ കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നത് ദൈവമക്കൾ ഒരുമനപ്പെട്ട് കൂടി വരുമ്പോൾ അവർ ഒരുമിച്ച് പങ്കുവെച്ച് കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ അത്താഴം കഴിക്കുന്നു എന്നല്ല, നിങ്ങൾ കർത്താവിൻ്റെ അത്താഴം. അപ്പോൾ ഒരുമനപ്പെട്ട ദിനംപ്രതി ഭവനങ്ങളിൽ കൂടി വന്നു അവർ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദിവസം അല്ലെങ്കിൽ സഭായോഗം എന്ന് പറയുന്നത് ഉല്ലാസത്തിൻ്റെയും ഹൃദയപരമാർത്ഥതയുടെയും സന്തോഷത്തിൻ്റെയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ അപ്പം നുറുക്കിക്കൊണ്ട് കർത്താവിനെ ഓർക്കുന്നതിൻ്റെയും ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഇവിടെ ഈ കൊരിന്തിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു സഭായോഗത്തിന് വരുമ്പോൾ ആളുകൾ എല്ലാവരും ഒരു സമയത്തല്ല സഭായോഗത്തിന് എത്തുന്നത്. പലരും ആദ്യം നേരത്തെ കുറച്ച് പേരെത്തും, പിന്നെ താമസിച്ച് കുറേ പേരെത്തും. അങ്ങനെ അവരങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആദ്യം അത്താഴമായിരുന്നു. അന്ന് നമുക്കറിയാമല്ലോ വൈകുന്നേരങ്ങളിലാണ് മീറ്റിംഗ്. പകല് ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ വൈകുന്നേരം ആണ് മീറ്റിങ്ങിനെത്തുക. അപ്പോൾ അവർ വന്നപ്പം ഭക്ഷണം അവിടെ ഇവർ കൂടുന്ന സ്ഥലത്ത് ഉണ്ടാക്കുമായിരുന്നു. അതുകൂടാതെ വരുന്നവർ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവരവിടെ വന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവസാനം വരുന്നവർക്ക് ഒന്നും അവശേഷിപ്പിക്കാതെ തിന്ന് കുടിച്ച് ലഹരി പിടിച്ച് കുറേ ആളുകൾ അവിടെ ഇരിക്കും. പിന്നെ ഈ കർത്താവിൻ്റെ അത്താഴത്തിൽ പങ്കെടുക്കാനായിട്ട്, ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് താമസിച്ച് വരുന്ന ആളുകൾ അവർ പകലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഈ അത്താഴത്തിന് വേണ്ടി വരിക. അവിടെ വന്നു കഴിയുമ്പം അവിടെ അത്താഴവും ഇല്ല, ഒന്നുമില്ല. ഇവർ പിന്നെ പട്ടിണിയാണ് ഇരിക്കുന്നത്. അപ്പം പിന്നെയുള്ള 3-4 മണിക്കൂർ എത്ര വരെയാണെന്ന് നമുക്കറിയില്ല. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും അവിടെ വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പുലരുവോളം, അതായത് വൈകുന്നേരം വന്നതായിട്ടുള്ള കൂടിയതായിട്ടുള്ള സഭ പിരിഞ്ഞു പോകുന്നത് പുലർച്ചെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അത്രത്തോളം അത് സ്ഥിരമായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ അവിടെ സന്ദർശിച്ചപ്പോൾ പുലരുവോളം ഏകദേശം 12 മണിക്കൂറോളം അവരവിടെ ചെലവഴിച്ചു എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നതായിട്ടുള്ള ആത്മീക ശുശ്രൂഷയിൽ അയോഗ്യമായി അവർ ആചരിച്ചു. എന്താ അയോഗ്യത? അവർ എന്ത് ചെയ്തു? അവിടെ വന്ന് എല്ലാവർക്കും കൊടുത്തില്ല. ചിലർ തിന്ന് വയറൊക്കെ നിറഞ്ഞ് ശ്വാസം വിടാൻ പറ്റാതെയൊക്കെ അങ്ങനെ അവിടെ ഇരുന്നു. വേറെ കുറച്ച് പേര് വിശന്നിരുന്നു. എന്നിട്ട് നിങ്ങൾ അപ്പം മുറിക്കാൻ പോയി, നിങ്ങൾ കർത്തൃമേശ ആചരിക്കാൻ പോയി. പിന്നെ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. കുറേ ഞാൻ കേട്ടു, വിശ്വസിച്ചു, ഭിന്നതയുമുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് പ്രധാനമായും ഈ കർത്താവിൻ്റെ അത്താഴത്തിനെ കുറിച്ച് ആണ് ഈ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയായിട്ട് പറയുന്നത്. കാരണം ആ അധ്യായം, ആ വിഷയം പൗലോസ് അപ്പോസ്തലൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ, അതിനെ പൂർത്തീകരിക്കുമ്പോൾ
അവിടെ പറയുന്നത് 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ, എങ്ങനെയാ? നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ, ശ്രദ്ധിക്കണം, സഭായോഗം കൂടുമ്പോൾ എന്നല്ല, ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പിൻ, നിങ്ങൾ കാത്തിരിക്കണം. അതായത് ആദ്യം വരുന്നവരെല്ലാം തിന്നു തീർത്തിച്ച് പിന്നെ വരുന്നവർക്കൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവരുത്. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ, ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്താം. അപ്പോൾ ഇനി അല്ല, നിങ്ങൾക്കങ്ങനെ എല്ലാവരും വന്ന് അങ്ങനെ ഒരുമിച്ച് കഴിച്ച് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആരും സഭായോഗത്തിൽ വിശന്നിരിക്കാൻ പാടില്ല, വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചു പോന്നോളുക. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൂടുമ്പോൾ എന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ കൂടുമ്പോഴായിരുന്നു അവർ കർത്താവിൻ്റെ മേശ ആചരിച്ചത് എന്ന് നമുക്ക് അവിടെ നിന്നൊക്കെ വ്യക്തമാണ്. അപ്പോൾ അതുമാത്രവുമല്ല, മറ്റ് ധാരാളം യൂദ എഴുതിയ ലേഖനത്തിൽ ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഡിഡാക്കെ എന്ന് പറയുന്നതായിട്ടുള്ള 1-ാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച്, ഈ അപ്പം നുറുക്കൽ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതിനകത്ത് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലത് ഞാൻ പരാമർശിച്ചു. അതിനകത്ത് വിവരിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. നമ്മളൊക്കെ പല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരായതുകൊണ്ട് ദൈവവചനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള അറിവുകൾ പലപ്പോഴും നമുക്ക് പരിമിതമാണ്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ ദിവസം, അതായത് ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പാൻ ഇവർ സഭയായി കൂടുമ്പോൾ അന്ന് ഉപവസിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വാക്കൊഴികെ ബാക്കിയുള്ളതെല്ലാം നിങ്ങളോട് ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരാൾ വിശന്ന് മീറ്റിങ്ങിന് ഇരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനും ഒരുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കൊരു പക്ഷേ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാം, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷെ അതൊരു ഉപവാസമാണെങ്കിൽ അത് ദൈവവചനം അനുവദിക്കുന്നില്ല. അന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് കൂട്ടായ്മയായി ആചരിച്ച് അപ്പം നുറുക്കി പോകേണ്ട ഒരു ദിവസമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ പുതിയതായിട്ടുള്ള ഒരു ചിന്തയായിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഓൺലൈനിലിരിക്കാൻ, ഒത്തിരി ആളുകൾ അങ്ങനെ ഓൺലൈനിലിരിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം, വചനം കേൾക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് കൂട്ടായ്മയോ ഇങ്ങനെ അപ്പം നുറുക്കലോ അതല്ല എങ്കിൽ ഒരുമിച്ച് കഴിക്കുന്ന കർത്താവിൻ്റെ അത്താഴമോ അവർക്കില്ല. ഒരു സഭായോഗത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് തമ്മിൽ കൂട്ടായ്മ ആചരിച്ച് ആ ഒരു സന്തോഷത്തിൻ്റെ പാരമ്യമായിട്ട് അപ്പം നുറുക്കുക എന്നുള്ളതാണ് പ്രൈമറി ഉദ്ദേശം. പിന്നെ പ്രാർത്ഥന സഭ കൂടാതെയും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മൊബൈലിൽ ഇപ്പം ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദൈവവചനം കേൾക്കാനായിട്ട് അങ്ങോട്ട് വീട്ടിൽ വന്ന് പ്രസംഗിക്കാം, അല്ലെങ്കിൽ പഠിപ്പിക്കാം, അല്ലേ? വീട് തോറും പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുമായിരുന്നു, സഭായോഗത്തിന് മാത്രമല്ല. എന്നാൽ ഈ അപ്പം നുറുക്കൽ ശുശ്രൂഷയും ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് അതൊരു സഭയുടെ പശ്ചാത്തലത്തിലാണ് 1-ാം നൂറ്റാണ്ടിൽ വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥത്തെ എത്രത്തോളം സമൂഹം മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഞാനിതിനെ ചിന്തിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം, കർത്താവിൻ്റെ നമ്മളിവിടെ മേശ ഒരുക്കിയിട്ടുണ്ട്, അപ്പമുണ്ട്. ഈ അപ്പത്തെക്കുറിച്ച് ആളുകൾ വളരെ വിശേഷമായി സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അപ്പം ഒരു ഗോതമ്പപ്പമായതുപോലെ, അല്ലേ? കർത്താവ് തകർക്കപ്പെട്ട് പൊടിഞ്ഞ് ഒക്കെ അങ്ങനെ ഒരു അപ്പമായി തീയിൽ കൂടി എന്നപോലെ കിടന്ന് ഒരപ്പമായി നമുക്ക് വേണ്ടി തീർന്നു. ആ കർത്താവിനെ, ആ അപ്പത്തെ നമ്മൾ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയല്ല. ഇതൊരു പക്ഷേ ഞാനും ആദ്യമായിട്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. 1-ാം നൂറ്റാണ്ടിൽ ഈ അപ്പത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്നറിയാമോ? മലകളിൽ വിവിധങ്ങളായിട്ടുള്ള ഗോതമ്പ് ചെടികളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഗോതമ്പ് മണികൾ എല്ലാം കൂടെ ചേർന്ന് അതിനെ എല്ലാത്തിനെയും കൂടെ പൊടിച്ച് അതിനെ അപ്പമാക്കിയിരിക്കുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിലും കുടുംബങ്ങളിലും പശ്ചാത്തലങ്ങളിലും ഉണ്ടായിരുന്നവരായിട്ടുള്ള ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരപ്പമായി ഞങ്ങളെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് 1-ാം നൂറ്റാണ്ടിൽ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളതിൻ്റെ അർത്ഥത്തെ എത്രത്തോളം മാറ്റി? നമ്മളതിൻ്റെ അർത്ഥത്തെ നേരെ തലതിരിച്ചു.
അപ്പം നമ്മൾ ഒന്നായി തീർന്നു, ഒരപ്പമായി തീർന്നതുപോലെ നമ്മൾ ഒന്നായി തീർന്നു. പിന്നെ അത് നമ്മൾ മുറിക്കുമ്പോൾ അത് കർത്താവിൻ്റെ ശരീരത്തെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഈ ഒരു അപ്പം എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും കുടുംബങ്ങളിലും നിന്ന് വന്നവരായിട്ടുള്ള നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരപ്പം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ഒരു വ്യക്തിയായിട്ട് നാം തീരുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഈ അപ്പം പ്രതിനിധാനിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഈ കർത്തൃമേശ അവരാചരിച്ചത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ വായിച്ചത്. പ്രിയമുള്ളവരെ, ജോസഫൻ ഇന്ന് രാവിലെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ ഒരു കാര്യം സൂചിപ്പിച്ചു. അവിടെ മൂപ്പന്മാരും ജീവികളും നിത്യതയിൽ നടക്കുന്നതായിട്ടൊരു കാര്യമാണ്. പ്രവചനമായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ മൂപ്പന്മാരും ജീവികളും അവർ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? അവരവിടെ പറയുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ചാണ് അവിടെ സ്തോത്രം വരുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച്. ഈ ദൂതന്മാർക്കോ ഈ മൂപ്പന്മാർക്കോ ജീവികൾക്കോ ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഉപകാരം ഉണ്ടായതൊക്കെ നമുക്കാണ്. അതിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നത് നമ്മളാണ്. പക്ഷെ സ്വർഗത്തിൽ പാട്ട് പാടുന്നത് ഈ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചാ, അറുക്കപ്പെടലിനെ കുറിച്ചാ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ചാ. അതിനുശേഷം വീണ്ടും എഴുതുക 1000 ദൂതന്മാർ പാടുന്ന പാട്ട് എന്താണെന്നറിയാമോ? കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ദൈവജനം കൂടി വരുമ്പോൾ നമുക്കും പാടുവാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളും ചിന്തിക്കുവാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. സ്വർഗത്തിൽ അതിൻ്റെ ഗുണമനുഭവിക്കാത്തതായിട്ടുള്ള കോടാനുകോടി ദൂതന്മാരും മൂപ്പന്മാരും ജീവികളും അവര് ഏറ്റുപറയുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ് എങ്കിൽ, ഇതിൻ്റെ അനുഭവിക്കുന്നവരായിട്ടുള്ള നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞാട് എനിക്ക് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അറുക്കപ്പെട്ടു. സ്തോത്രവും സ്തുതി നമ്മളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു, നാം അവരോടുകൂടെ വാഴുന്നു എന്നുള്ള കാര്യമാണ് നമുക്കും പറയുവാനായിട്ടുള്ളത്. പിന്നെയുമുണ്ട്, ഈ അപ്പത്തിൽ നിന്ന് ഭിന്നതയോ കച്ചറയോ ഒന്നും വെച്ച് ഒരാൾക്കും പങ്കെടുക്കാൻ അനുവാദമില്ല. ഇന്ന് ഇത് ആഴ്ചതോറും ഇത് ആചരിക്കുന്നതായിട്ടുള്ള സഭകളുണ്ട്. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ അതിലധികമായിട്ടുള്ള ഇടവേളകളിലോ പങ്കെടുക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഇടയിൽ, എൻ്റെ കഴിഞ്ഞ 10-40 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ളതായിട്ടുള്ള കാര്യം, ഇവരുടെയൊക്കെ ഇടയിൽ ഭിന്നത ഇല്ല എന്നുള്ളതല്ല, ഭിന്നതയേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. തമ്മിൽ കണ്ടുകൂടാത്തവരും തമ്മിൽ മിണ്ടാത്തവരും, ജോസഫൻ പറഞ്ഞതുപോലെ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു സ്നേഹചുംബനം, ഒരു വന്ദനം ചെയ്യാൻ കഴിയാത്തവരുമായിട്ടുള്ള ആളുകൾ ഒരു സമയത്ത് കയറി വരും, അത് തുടങ്ങുമ്പോൾ കയറി വരും. അതിനുശേഷം ഈ മീറ്റിംഗ് ഇതിനകത്തൊക്കെ പങ്കെടുത്ത് മീറ്റിംഗ് കഴിയുമ്പോഴേ ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോകുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടങ്ങളാണ് ഇന്ന് ലോകത്തെല്ലായിടത്തുമുള്ളത്. പിന്നെ ഇതിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ആളുകളെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള രീതിയുമുണ്ട്. ഇത് ശിക്ഷയുണ്ട് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഇതിൽ പങ്കെടുക്കണമെങ്കിൽ എന്തു ചെയ്യണം? അതിന് ദിവസങ്ങൾ ഉപവസിക്കണം. അങ്ങനെ ഒരു ഭക്തിയുടെ വേഷമൊക്കെ ധരിച്ച് ഒരു പ്രത്യേക അന്തരീക്ഷമൊക്കെ ആളുകളുടെ മനസ്സിൽ, ദേഹിയിൽ ക്രിയേറ്റ് ചെയ്ത്, സഭായോഗത്തിൽ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് വളരെ ഭക്തിയോടുകൂടി എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത് വല്ലപ്പോഴുമൊക്കെ ഇത് ആചരിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ആന്തരിക രൂപാന്തരവും നമ്മുടെ വിശുദ്ധ ജീവിതവും ഇങ്ങനെ എപ്പോഴെങ്കിലും കർത്തൃമേശയ്ക്ക് ഒരുമിച്ച് കൂടുന്ന ദിവസത്തിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് 2-3 ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഉണ്ടാകേണ്ടതാണ് ആ ഭക്തിക്കൊത്ത ജീവിതം എന്ന് പറയുന്നത്. അതിനെ മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ കർത്തൃമേശ ആചരിക്കാൻ പോകുന്നു എന്നുള്ള ആ സമയത്തേക്ക് 2 ദിവസവും 3 ദിവസവും ഉപവസിച്ചിട്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ജഡത്തിലൊരു ക്രമീകരണമൊക്കെ വരുത്തി ചെയ്തേച്ച് പോകേണ്ട ഒരു കാര്യമല്ല. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനം എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ കൃത്യമായിട്ട്, ഇന്ന് റോബിൻ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശരത്തിനെ വിളിച്ച് വീട്ടിൽ വരുത്തി ഇന്ന് മീറ്റിങ്ങിന് വരാനായിട്ട് ഉത്സാഹം കാണിച്ചു. സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയാത്തതുകൊണ്ട്
പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഓൺലൈനിൽ ഇരിക്കുന്നത് നമുക്കൊരു സുഖമാണ്. ബുദ്ധിമുട്ടില്ല, യാത്രയില്ല, മഴയില്ല, തണുപ്പില്ല, ചെലവില്ല, ഒന്നുമില്ല. ഓൺലൈനിൽ ഇരിക്കുന്നത് ഒരു സുഖമാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരുമിച്ചുള്ള കൂട്ടായ്മയും കർത്തൃമേശയും സന്തോഷവും ഭക്ഷണവും ഒന്നും ഇല്ലെങ്കിൽ ഈ ഓൺലൈനിലിരുന്ന് നമ്മളെല്ലാവരും ഓൺലൈനിലിരുന്നാൽ മതി. വേറെ ആർക്കും സഭാഹോളിലേക്ക് വരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, ഇല്ലേ? വചനം കേൾക്കാൻ ഓൺലൈനിൽ ഇരുന്നാൽ പോരെ? പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും ഓൺലൈനിൽ ഇരുന്നാൽ പോരെ? ബൈബിൾ ഉപയോഗിക്കാൻ ഓൺലൈനിൽ ഇരുന്നാൽ പോരെ? ഇതിനെല്ലാം ഓൺലൈനിൽ ഇരുന്നാൽ മതി. അപ്പോൾ പിന്നെ ഒരു സഭായോഗത്തിൻ്റെ ആവശ്യം പോലും, ഈ തിരുവത്താഴ ശുശ്രൂഷയും ഒരുമിച്ച് കഴിക്കുന്നതായിട്ടുള്ള ഈ ഭക്ഷണമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഓൺലൈൻ ഇരുന്നാൽ മാത്രം മതിയാകുന്നതാണ്. അത് പോരല്ലോ, അത് നമുക്കറിയാം, മനസ്സിലാക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് ഒരിക്കലൊരു സഹോദരി ഒരല്പം ഗൗരവത്തോടെ പറഞ്ഞു, എന്നെ എന്തിനാണ് എല്ലാ ഞായറാഴ്ചയും സഭായോഗത്തിന് വരാനായിട്ട് നിർബന്ധിക്കുന്നത്? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കുകയല്ലേ? ഇത് ഏകദേശം ഇതേ, വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതേ ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. പ്രിയമുള്ളവരെ, ഒരു ദൈവവേദന അങ്ങനെ ചോദിക്കുന്നുവെങ്കിൽ അത് ഒരിക്കലും ഒരു ദൈവാത്മാവിൽ നിന്നല്ല. അനേക ഗോതമ്പ് മണികൾ ഒരുമിച്ച് ചേർന്ന് ഒരു അപ്പമായി തീർന്ന് കർത്താവിൻ്റെ ശരീരത്തെ പ്രതിദാനം ചെയ്യുന്ന നിലയിൽ ഒരു അപ്പമായി, ഒരു സഭയായി, ഒരു ശരീരമായി പണിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആർക്കും അങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയില്ല. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്നാണല്ലോ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. 10-ാം അധ്യായത്തിൽ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഞാൻ വിചാരിക്കുന്നു, നമ്മൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചാൽ നമ്മുടെ മക്കളും സഭായോഗങ്ങളെ അങ്ങനെ തന്നെ ഉപേക്ഷയായിട്ട് വിചാരിക്കുകയുള്ളൂ. ഞാനൊരു സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിച്ചാൽ എൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങൾക്കൊക്കെ ഈ സഭായോഗം ഉപേക്ഷയായി വിചാരിക്കാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള മാതൃകയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഞങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ ജീവിച്ച ഒരു രീതി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ മക്കൾ അവർ രണ്ടുപേരും അവരങ്ങനെ പരിശീലിക്കപ്പെട്ടതുകൊണ്ട് അവർ രണ്ടുപേരും ഇന്നും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ഈ സഭായോഗങ്ങൾ മുടക്കാതെ അവർ സൂക്ഷിക്കുകയും അങ്ങനെ ദൈവജനവുമായിട്ടുള്ള കൂട്ടായ്മയിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, തൊട്ടതിനും പിടിച്ചതിനും അല്ലേ സഭായോഗത്തിന് പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സമൂഹം നമ്മുടെ സഭയിലല്ല, ഒരു സമൂഹമാണ് ഇന്ന് ലോകത്തുള്ളത്. ന്യായമായ കാരണത്താൽ ഒരു സഭായോഗത്തിന് വരാതിരിക്കുന്നത് ഒരു പ്രശ്നമല്ല എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കണം. അതാണ് സഭായോഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ സ്നേഹവും സൽപ്രവൃത്തികളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് നമുക്ക് ഈ കൂട്ടായ്മ വളരെ ആവശ്യമാണ്. നമ്മൾ പരസ്പരം കാണുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആരും വിശന്നിരിക്കരുത്. ഞാൻ വിചാരിക്കുന്നു, ആരും ഞായറാഴ്ച ദിവസം ഉപവസിക്കരുത്. ആരും ഞായറാഴ്ച ദിവസം ഉപവസിക്കരുത്. ഉപവാസം അല്ലാതെ ഒരു പക്ഷേ ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ വിശന്നില്ല, അല്ലെങ്കിൽ തലേദിവസം രാത്രി നല്ലൊരു ഭക്ഷണം കഴിച്ചുകൊണ്ട് രാവിലെ വിശപ്പില്ല, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഉപവാസം എന്ന് പറയുന്നത് സഭായോഗത്തിൽ ഉണ്ടാകേണ്ടതായിട്ടൊരു കാര്യമല്ല. ഉപവസിക്കരുത് എന്ന് തന്നെയാണ്. അപ്പോൾ ആ 1-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉപവസിക്കണമെങ്കിൽ അതെന്തൊക്കെയാണ് ഉപവസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉപവസിക്കണമെങ്കിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചോളൂ, ഞായറാഴ്ച അല്ലെങ്കിൽ കർത്തൃ ദിവസം ഉപവസിക്കാനായിട്ട് പാടില്ല. അതങ്ങനെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അതിനെയൊന്നും നമുക്ക് ആധികാരികമായി എടുത്ത് അതിനനുസരിച്ച് പോകണമെന്നും ഞാൻ പറയുന്നില്ല. വചനം തന്നെയാണ് നമുക്ക് നമ്മളുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത്. പക്ഷേ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് സമാനമായി 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ അനുവർത്തിച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവിടെയും കാണുമ്പോൾ നമുക്കത് ഒരു ഉറപ്പാണ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാനായിട്ട് സഭായോഗങ്ങൾ കൊണ്ട് സാധിക്കണം. അത് സാധിക്കുന്നില്ലെങ്കിൽ ആ സഭായോഗം അർത്ഥമില്ലാത്തതാണ്. അതുപോലെ യാതൊരു വക ഭിന്നത വെച്ചുകൊണ്ട് സഭായോഗത്തിന് വന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കാതെ പോവുക എന്ന് പറഞ്ഞൊരു പ്രമാണം ബൈബിളിലില്ല കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറയാം. ഭിന്നത വെച്ചുകൊണ്ട് സഭായോഗത്തിന് പോകാം, ഇതൊരു കർത്തൃമേശയിൽ പങ്കെടുക്കാതിരുന്നാൽ മതി അങ്ങനെ ഒരു പ്രമാണം ഇന്ന് ലോകത്തിൽ ഉടനീളം പടർന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ബൈബിളിലില്ല. ഭിന്നതയുണ്ടെങ്കിൽ അത് തീർത്തിട്ട് മാത്രമേ സഭായോഗത്തിന് വരാൻ പാടുള്ളൂ. നമുക്കറിയാമല്ലോ, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്.
ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ആർക്കെങ്കിലും ഇടർച്ച വരുത്തിയാൽ സൂര്യൻ അസ്തമിക്കാൻ ഒരു 12 മണിക്കൂർ എടുക്കുമല്ലോ. അങ്ങനെ ഞായറാഴ്ച രാവിലെ ആർക്കും ഇടർച്ച വരുത്തുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെ ശനിയാഴ്ച എന്തെങ്കിലും ഒരു ഇടർച്ച വരുത്തിയാൽ അതിന് രമ്യതപ്പെടാൻ സൂര്യൻ അസ്തമിക്കുന്നവരെ സമയമുണ്ട്. ഇവിടെ വന്നേച്ച് കർത്തൃമേശയിൽ പങ്കെടുക്കാതെ ഞാൻ കർത്തൃമേശയിൽ പങ്കെടുത്തില്ല, എനിക്ക് ചില ആളുകളോടൊക്കെ വിരോധമുണ്ടെന്ന് പറയുകയോ പറയാതെ പറയുകയോ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത് സഭയെ നിന്ദിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവിൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷയെ നിർണ്ണിക്കുന്നതും കർത്താവിനെ നിന്ദിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആരും ചെയ്യരുത്. രമ്യതപ്പെടാനുള്ളത് രമ്യതപ്പെട്ടിട്ട് തന്നെയേ നമ്മളുടെ സഭാ ഹോളിൻ്റെ പടി അല്ലെങ്കിൽ ഏതൊരു സഭയുടെയും ഹോളിൻ്റെ പടി ചവിട്ടാവൂ എന്നുള്ളതാണ് പ്രമാണം. വചനത്തിലും അത് തന്നെയാണ് പ്രമാണം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് വരുമ്പോൾ ഈ പാപവും ഭിന്നതയും, നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് ഭിന്നത ഉണ്ടാകാം, അല്ലേ? വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ അടികൂടാം, കാരണന്മാർക്കും മക്കൾക്കും കൂടെ അടികൂടാം. വീട്ടിൽ ഭിന്നതയുണ്ടെങ്കിലും അത് നമ്മളെ അയോഗ്യരാക്കും. നമ്മൾ രമ്യതപ്പെട്ട് തിരുത്തി മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെട്ടിട്ട് മാത്രമേ സഭായോഗത്തിന് വരാൻ പാടുള്ളൂ. അത് സഭായോഗത്തിന് വരുമ്പോൾ ഞായറാഴ്ച രാവിലെ രമ്യതപ്പെടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അതാത് ദിവസങ്ങളിൽ അതാത് സമയങ്ങളിൽ മാനസാന്തരപ്പെടാനായിട്ടാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, താമസിച്ചു പോയാൽ സൂര്യൻ അസ്തമിക്കുന്ന വൈകുന്നേരം 6 മണിക്ക് മുമ്പെങ്കിലും അല്ലെങ്കിൽ ഇരുട്ടാവുന്നതിന് മുമ്പെങ്കിലും യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ്. ഞാൻ വിചാരിക്കുന്നു ഈ കർത്തൃമേശയെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ ഒരിക്കലും നമുക്ക് ലാഘവത്തോടെ എടുക്കാൻ കഴിയുന്ന കാര്യമല്ല, ഉപേക്ഷയായിട്ട് വിചാരിക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമല്ല. ഏറ്റവും ഗൗരവവും വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ കറികളും ഭക്ഷണവും എല്ലാം ഞങ്ങളായിരുന്നു ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് അതിലേക്ക് കൈ നീട്ടുവാൻ വിശ്വാസികൾക്കൊക്കെ അന്ന് സൗകര്യമുണ്ടായിരുന്നു, അതിന് ഒരു അനുഗ്രഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ താല്പര്യവും ദൈവാത്മാവ് പ്രേരിപ്പിക്കുകയും അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമുള്ള ആളുകൾക്ക് അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ അനുവദിച്ചു. കാരണം ഇത് കർത്താവിൻ്റെ അത്താഴമാണ്. നമ്മൾ കഴിക്കുന്നത് ഇവിടെ സുജോ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂട്ടായ്മയല്ല, ഇത് കർത്താവിൻ്റെ അത്താഴമാണ്. ഇതിൻ്റെ ഉടമസ്ഥത ഞങ്ങൾക്കല്ല, അത് കൊണ്ടുവരുന്ന ആർക്കുമല്ല. അത് കർത്താവിൻ്റെ അത്താഴമാണെങ്കിൽ അത് കർത്താവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് സന്തോഷത്തോടെ കൊണ്ടുവന്ന് ഒരുമിച്ച് കഴിക്കുന്നതിനുള്ള കൂട്ടായ്മയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവർ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ സന്തോഷിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി ഐറ്റംസ് ഒക്കെ പെടുത്തായിരുന്നു, കുറച്ച് കേക്കും കുറച്ച് പായസവും ഒക്കെ അന്ന് പെടുത്താമായിരുന്നു. ഇന്നത് പെടുത്താൻ പറ്റില്ല, കാരണം അന്നത്തെ ആളുകളൊക്കെ അധ്വാനിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവരിച്ചിരി കൂടുതൽ കഴിച്ചാലും അവരുടെ അധ്വാനത്തിൽ അതൊക്കെ കത്തിപ്പൊക്കോളും. ഇന്ന് നമുക്ക് അങ്ങനെ നമ്മളൊന്നും ശരീരം അധികം അനങ്ങാതെ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനെ സമൃദ്ധിയായിട്ടുള്ള ആഹാരം കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കും, അല്ലെങ്കിൽ ശരീരത്തിന് ദോഷമാണ് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഞാനിങ്ങനെ ഒരു പായസമോ ഒക്കെ അതിനോട് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു, അല്ലെങ്കിൽ മിഠായികളൊക്കെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോൾ അത് ദോഷം വരുമോ എന്ന് ഭയപ്പെട്ട് അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സഭായോഗത്തെ നമ്മൾ അതായിരിക്കുന്ന അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി കാണണം. ആ സഭായോഗത്തിലുള്ള തിരുവത്താഴ ശുശ്രൂഷയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് കാണണം. നമുക്ക് കൂടി വരുമ്പോൾ ഈ ഒരു ശുശ്രൂഷ ഇല്ലാതെ ഒരു സഭായോഗമില്ല. 1-ാം നൂറ്റാണ്ടിൽ അപ്പം നുറുക്കാതെ, അതുപോലെ തന്നെ കർത്താവിൻ്റെ അത്താഴവും കർത്താവിൻ്റെ മേശയും ഇല്ലാതെ ഒരു സഭായോഗം 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ല. വചനത്തിലും നമുക്കത് കാണാം, വചനത്തിന് ബൈബിളിന് പുറത്തുള്ള ചരിത്രങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. യോഗ്യമായി ഇതിൽ നിന്ന് പങ്കെടുക്കണം. അല്ല എങ്കിൽ അത് വലിയ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ്. അത് ഇനി ഒരുപക്ഷെ ശിക്ഷയൊന്നുമില്ല എന്ന് എനിക്ക് അങ്ങനെ നമ്മൾ നോക്കിയാൽ അറിയാമല്ലോ. ഈ ഭിന്നതയും വെച്ചുകൊണ്ടൊക്കെ പങ്കെടുക്കുന്ന സഭകളിലൊന്നും ആർക്കും ഒന്നും വരുന്നില്ല, ആർക്കും ഒരു ശിക്ഷ കിട്ടുന്നില്ല, രോഗവുമില്ല, അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ അതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? ദൈവം ആ സഭയിലും ഇല്ല. ഇതിൽ പങ്കെടുക്കുന്ന ആളുകളും ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല, ദൈവമക്കളുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ അയോഗ്യമായിട്ടുള്ള പങ്കെടുക്കലിന് ബാലശിക്ഷയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. ഞങ്ങളൊരു ശരീരമാണ്, അല്ലേ? പല ഗോതമ്പ് മണികൾ ചേർന്ന്
ഒരു അപ്പമായിരിക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരപ്പം അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ഒരപ്പമാണ് എന്ന് ഒരു വഴിക്കൂടെ പ്രഖ്യാപിക്കുകയും അതേസമയം ഉള്ളിൽ കയ്പും പകയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പങ്കെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീക വ്യഭിചാരമാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം ഓർക്കണം. ഒരു ഒരു കപടതയാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് അത് മനുഷ്യർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. എന്നോട് ആർക്കെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കയ്പുണ്ടോ എന്ന് അത്ര എളുപ്പമൊന്നും, പ്രത്യേകിച്ച് നല്ല അഭിനയിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അവരൊക്കെ വളരെ പുറത്ത് നല്ല ചിരിച്ചൊക്കെ കാണിക്കും, ഉള്ളിൽ കയ്പും വെച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. പിന്നെ ചില ആളുകളുണ്ട്, അവർക്ക് അധികം അഭിനയിക്കുവാനായിട്ടുള്ള കഴിവൊന്നുമില്ല. അവർ കാണുമ്പോൾ അവരുടെ മുഖം ഒന്ന് വാടും, ചിലപ്പോൾ തലയൊന്ന് തിരിക്കും. അങ്ങനെ കാണുന്നത് വലിയ സന്തോഷം എനിക്ക്. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനായിട്ടെങ്കിലും കഴിയുമല്ലോ. അല്ല, കാണുമ്പം വളരെ ചിരിയുള്ള പ്രസാദത്തോടുകൂടി കാണിച്ചേച്ച് ഇവനൊക്കെ എനിക്കിവനെ അറിയാം എന്നുള്ളൊരു മനോഭാവം അവരുടെ ഹൃദയത്തെങ്കിലെങ്കിൽ നമുക്കങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പോലും തോന്നുകയില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏതാനും നമ്മളൊക്കെ വിട്ടുപോകുന്ന കൂട്ടങ്ങളിലും അവിടെയുള്ള ആചാരങ്ങളും ഒക്കെ നമ്മളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനത്തിലല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. നമ്മൾ ദൈവവചനത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഉപദേശത്തിലും ആചരണത്തിലുമായിരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാനായിട്ട് കഴിയുകയില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ജീവൻ്റെയും നമ്മുടെ രൂപാന്തരത്തിൻ്റെയും നമ്മുടെ നിത്യജീവൻ്റെയും ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രാഗൽഭ്യത്തിൻ്റെയും അതുപോലെ തന്നെ ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിൻ്റെയും ആധാരങ്ങളാണ്, അടിസ്ഥാനങ്ങളാണ് എന്ന് ഓർക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.